ഡോക്ടർ ഫസൽ ഗഫൂർ, കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും പരിഹസിക്കുന്നതിൽ ഒരു ലോഭവും കാണിക്കാത്ത നേതാവാണ് നരേന്ദ്രമോദി. ഇന്നത് പരമാവധി അദ്ദേഹത്തിന് പറയാൻ പറ്റുന്ന ദിവസവുമാണ്, ശ്രീ ജയശങ്കർ പറഞ്ഞ പോലെ. പക്ഷേ അദ്ദേഹം കോൺഗ്രസിനെ വിശേഷിപ്പിച്ചത് മുസ്ലിം മാവോയിസ്റ്റ് കോൺഗ്രസ് എന്നാണ്. അപ്പോൾ കേരളം, തമിഴ്നാട്, ബംഗാൾ, പുതുച്ചേരി, ആസാം 5 സംസ്ഥാനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പോലും അത് NDAക്ക് ഊർജ്ജമാകുമെന്നും കോൺഗ്രസിനെ അധികാരത്തിൽ നിന്നേക്കും മാറ്റി നിർത്താനുള്ള തുടക്കം ഈ വിധി ഉണ്ടാക്കും എന്ന് നരേന്ദ്രമോദി അവകാശപ്പെടുന്നത് യാഥാർത്ഥ്യബോധത്തോടെയാണോ? എന്താണ് താങ്കളുടെ ഈ റിസൾട്ടിനോടുള്ള പ്രതികരണം? ആദ്യം തന്നെ ഇവിടെ മാവോയിസ്റ്റുകളില്ല. മാവോയിസ്റ്റ് വോട്ട് എന്ന് പറഞ്ഞൊരു സാധനം ഇന്ത്യയിലില്ല. മാവോയിസ്റ്റുകളൊക്കെ ഏകദേശം റെഡ് കോറിഡോറിൽ ഇപ്പോൾ തുടച്ച് നീക്കിയിരിക്കുകയാണ്. അപ്പോൾ അത് തന്നെ ആ പ്രയോഗം ശരിയല്ല. പിന്നെ മുസ്ലിമുകളും മാവോയിസ്റ്റുകളും തമ്മിൽ ഒരു ബന്ധമില്ല. ഒരു മുസ്ലിം മാവോയിസ്റ്റ് നേതാവ് എൻ്റെ പേര് പോലും എനിക്ക് മുസ്ലിമായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ ഞാൻ തിരിച്ചിങ്ങോട്ട് വരാം. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുമ്പോൾ ആരെങ്കിലും പറയായിരുന്നു, ഇത് ഞാൻ പ്രതീക്ഷിച്ചാണ് ഇത്ര ഭയങ്കര വിജയം എന്ന് പറഞ്ഞാൽ അത് പൊള്ളത്തര പറയുന്നത്. ആരും പ്രതീക്ഷിച്ചിട്ടുള്ള വിജയം നമ്മുടെ ചാനലുകളും പ്രതീക്ഷിച്ചിട്ടില്ല. ഞാനിപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യണം കേട്ടിട്ടുണ്ട്. ഞാനുണ്ടായിരുന്നു, മോഹൻ വർഗീസൊക്കെ ഉണ്ടായിട്ടുണ്ട് ചർച്ചകളിൽ. ചർച്ചകളിൽ രണ്ടാമത്തെ വാക്ക് ഇപ്പോൾ മോഹൻ വർഗീസ് ഉപയോഗിക്കുന്ന മാതിരി കുറച്ച് ഇംഗ്ലീഷൊക്കെ ഞാനും തട്ടിവിട്ടെ. സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ നാസ്റ്റി വേർഡ്. എന്താ അറിയോ, അത് ഇന്ത്യയുടെ ഒരു ഹൃദയത്തിന് കത്തിവെക്കുന്നതിന് തുല്യമാണ്. കാരണം നമ്മൾ വീണ്ടും കാസ്റ്റിനെ സബ് കാസ്റ്റ് ആക്കുക. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഞങ്ങളിപ്പോൾ ഈ അടുത്താണ് മനസ്സിലായത്, മുസ്ലിമുകളുടെ ഇടയിൽ തന്നെ വടക്കേ ഇന്ത്യയിൽ അഷ്റഫി, അജലഫി, അല്ലെങ്കിൽ പസ്മണ്ട, ഇങ്ങനെയൊക്കെയുള്ള ജാതികളുണ്ടെന്നും അവർക്ക് ഈ പാർട്ടികൾ ഇങ്ങോട്ട് വോട്ട് ചെയ്യും അല്ലെങ്കിൽ അങ്ങോട്ട് വോട്ട് ചെയ്യും. കോൺഗ്രസിൻ്റെ കൂടെ സവർണ മുസ്ലിമും EBC-കളായിട്ടുള്ളവർ യാദവരും മറ്റു കൂടെ അതേമാതിരി തന്നെയാണ് ദളിത്, മഹാദളിത്. ഈ കർണാടകയിലൊക്കെ 4ഓ 5ഓ ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്നേ. ഇത് വേറെ വിട്ടും കൂടെ സങ്കടകരമായിട്ടുള്ള കാര്യം പറയാം. എല്ലാ കാസ്റ്റുകളെ ഒന്നിപ്പിക്കാനായിട്ട് ഇപ്പോൾ ബ്രാഹ്മണ എതിരായിട്ടുള്ള ഒരു വലിയൊരു മുന്നണി ഉണ്ടാക്കിയ പെരിയാറിൻ്റെ കർണാടകയിലെ തമിഴ്നാട്ടിലെ സ്ഥിതി എന്താ? ജാതി രാഷ്ട്രീയമാണ് ഉയർന്നു നിൽക്കുന്നത്. അപ്പോൾ അതേമാതിരി തന്നെ എന്തൊക്കെ പറഞ്ഞാൽ 10,000 രൂപയ്ക്ക് ഒരു വിലനുണ്ട്. അതിനെപ്പറ്റി ഒരു തർക്കവും വേണ്ട. അത് ഓൾറെഡി എനിക്ക് മുമ്പ് സംസാരിച്ച പാനലിസ്റ്റ് പറഞ്ഞു കഴിഞ്ഞു, ഓരോരോ സംസ്ഥാനത്ത് എന്താണെന്നുള്ളത് പണം കൊടുക്കുക. അതും നല്ലൊരു ഇതല്ല. അത് ഫ്രീ ബീസ് എന്നുള്ള പേരിൽ കോടതി തന്നെ അതിനെപ്പറ്റി ഒരുപാട് പറഞ്ഞിട്ടില്ല. പക്ഷേ അത് വളരെ തന്ത്രപൂർവ്വം നമുക്ക് ഏത് ഭരണത്തിരിക്കുന്ന ഏത് പാർട്ടിക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പിന്നെ തിരിച്ച് നമ്മൾ ഇവിടുത്തെ സ്ഥിതി പറയുമ്പോൾ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനൊക്കെ കാരണക്കാർ, ഈ പരാജയത്തിന് കാരണക്കാർ കോൺഗ്രസ്സാണ്. കോൺഗ്രസ് മനസ്സിലായി ഇപ്പോഴും അതിൻ്റെ എന്താ പറയുക, പഴയ കാലങ്ങളിൽ ജീവിക്കണം. അത് മനസ്സിലല്ലേ, ആ കാലഘട്ടമൊക്കെ പോയിന്നേ. ഇപ്പം തന്നെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. 70 സീറ്റാണ് അവർ കഴിഞ്ഞാണ് ആവശ്യപ്പെട്ട്, അതിൽ ജയിച്ചത് 19. ഇത്തവണ 60 ആവശ്യപ്പെട്ട് ഫ്രണ്ട്ലി മത്സരം, സൗഹൃദ മത്സരങ്ങൾ കൊണ്ടുവന്നു. എത്ര സീറ്റ് ജയിച്ചു? 4 സീറ്റ് ജയിച്ചു. അപ്പോൾ ഈ കോൺഗ്രസ്സിന് എടുത്തു കൊടുക്കുന്ന സീറ്റുകൾ RJD, ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും മഹാഗഠബന്ധൻ എന്ന പേര് പറയുകയാണെങ്കിൽ ആ മഹാഗഠബന്ധൻ കോൺഗ്രസ്സിൽ ഉള്ള RJD അല്ല. കാസ്റ്റ് വൈസ് മഹാഗഠബന്ധൻ എന്ന് പറഞ്ഞാൽ JDU, RJD BJP, അവരുടെ കൂടെ LGP, അതായത് ദളിത്, പിന്നെ മഹാദളിത്, മുഷാർ വിഭാഗം, അവരെല്ലാവരും കൂടെ ചേർന്നിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ആരുമായിട്ടും, അതായത് എന്തൊക്കെ മോശം പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും പ്രയത്നിക്കുന്ന ഒരു പയ്യനാണല്ലോ നമ്മുടെ ലാലുവിൻ്റെ പുത്രൻ, മനസ്സിലല്ലേ, തേജസ്വി. അപ്പോൾ അദ്ദേഹത്തിന് മൂവ് ചെയ്യാൻ സ്ഥലം കൊടുക്കുന്നില്ല എന്നേ, മാന്യൂവർ ചെയ്യാനായിട്ട് സ്ഥലം കൊടുക്കുന്നില്ല. ഭാരതീയ ജനതാ പാർട്ടിയുടെ മറ്റൊരു പാർട്ടി എല്ലാവർക്കും കൊടുക്കുന്ന സാധനങ്ങൾ ഇതാ പിടിച്ചു. LJPക്ക് 30 സീറ്റ്, 29 സീറ്റ്, അവർ ഹാമിന് കുറേ സീറ്റ്, മറ്റൊരു കുഷ്വാഹക്ക് സീറ്റ്. ഇതായിരിക്കൊന്നും സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നുള്ള പദത്തെക്കുറിച്ച് പറഞ്ഞു. സംഭവം ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗ് ആണ് യഥാർത്ഥത്തിൽ കണ്ടുപഠിക്കേണ്ടത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ HAM 15 സീറ്റിന് വേണ്ടി കടുംപിടുത്തം പിടിച്ചു. പക്ഷേ 21 സീറ്റുകൾ വിജയിച്ച LJPക്ക് 29 സീറ്റുകൾ നൽകുന്ന സമയത്ത് പലരും അതിശയിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ആ തീരുമാനം എടുക്കാനുള്ള ആർജവം, നേതൃത്വം, ധൈര്യം, ആ പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗ്, സോഷ്യൽ എഞ്ചിനീയറിംഗ് അവിടെ നിൽക്കട്ടെ. അതേ നേരെ മറിച്ച് ഇപ്പുറത്ത് സംഭവിച്ചതോ, സീറ്റ് വിഭജനത്തിൻ്റെ കാര്യത്തിലുണ്ടായ പ്രശ്നം, നേതാവായി അംഗീകരിക്കുന്നതിനുള്ള പ്രശ്നം, പാർട്ടി പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ ഈ പറയുന്ന തേജസ്വിയും രാഹുലും തമ്മിലുള്ള ഈഗോ പ്രശ്നങ്ങൾ, ഒരൊറ്റ മണ്ഡലത്തിൽ പോലും ഒരു മുന്നണിയായി പ്രവർത്തിക്കാൻ കഴിയാത്ത അവസ്ഥ. അല്ല, സമ്മതിച്ചു. നമ്മളെ ഇന്ത്യ, എന്നാൽ നമുക്ക് തുടക്കം എന്ന് പറയാമല്ലോ.
ഈ നിതീഷ് കുമാർ അദ്ദേഹം മഹാഗഠബന്ധൻ ഉണ്ടാക്കി. ഈ നിതീഷ് കുമാർ പോയിട്ടാണ് ഇന്ത്യ അലയൻസ് ഉണ്ടാക്കിയത്. അദ്ദേഹത്തിന് ഒരു കൺവീനർ പോസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അന്ന് 30 MP ഇപ്പോഴത്തേക്ക് മാറിയാണ് കഴിഞ്ഞ ലോക്സഭാ സീറ്റിൽ. എന്ത് പറഞ്ഞാലും വേണ്ടില്ല, വോട്ട് ശതമാനം ഏകദേശം സ്പ്ലിറ്റായിട്ട് നിൽക്കുകയാണ്. നമുക്ക് കൂട്ടാം 25 കൂട്ടിക്കോളൂ, ബാക്കിയുള്ളവർക്ക് 25. ആ 20 പോയി അതിനെ അവിടെ പോയിട്ട് തടഞ്ഞ് ഞങ്ങൾക്ക് തന്നെ കിട്ടണം ആ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ മത്സരിച്ചു. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 70 സീറ്റിന് വേണ്ടി മത്സരിച്ചു. അത് ഉത്തർപ്രദേശിൽ പോയിട്ട് അഖിലേഷും പറഞ്ഞു ഇത് വലിയ ഒരു ഭാരമായി മാറിയിട്ടുണ്ട്, ഇവർക്ക് സീറ്റ് കൂടുതൽ കിട്ടണമെന്ന് പറഞ്ഞു. ഞാൻ പറയട്ടെ, ഇതിപ്പോൾ ഒരു കാര്യം ക്ലിയറാണ്, ഭാരതീയ ജനതാ പാർട്ടി വളരെ ബുദ്ധിപൂർവ്വമാണ് നീങ്ങുന്നത്. അവർ OBC EBCനെയൊക്കെ കൂട്ടുപിടിച്ച് ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം എന്താ പറയുമോ, ബീഹാറിൽ ഇതിൻ്റെ കഥ ഒന്ന് പെട്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ബീഹാറിലെ കഴിഞ്ഞ ഇതൊക്കെ റഫാണ്. ഒരു 20 മുഖ്യമന്ത്രിമാരെ നമ്മൾ എടുക്കണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലാസ്റ്റ് ഡേയ്സ് ഓഫ് ദ കോൺഗ്രസ് അവിടെ ബീഹാറിൽ ലാലു വരുന്നതിനെക്കാട്ടും മുമ്പ് 4 മുഖ്യമന്ത്രിമാരെ മാറ്റി. ഈ 4 മുഖ്യമന്ത്രിമാരും മുന്നോക്ക ജാതിയിൽപ്പെട്ട മുഖ്യമന്ത്രിയാണ് മാറി മാറി മുന്നോക്ക ജാതിയെ മാറ്റുക. ബീഹാർ ബ്രാഹ്മൺ, അതായത് ഭഗവത് ജാ ആസാദ്, പിന്നെ സത്യേന്ദ്ര നാരായണ സിൻഹ, രാജ്പുട്ട്, ഇങ്ങനെ മാറ്റി മാറ്റി കളിച്ചപ്പോൾ ആ ടീം മുഴുവൻ BJPയിലോട്ട് പോയി. ഈ പറഞ്ഞ നേതാക്കന്മാർ ജഗന്നാഥ് മിശ്രയുടെ മക്കളടക്കമുള്ളവരെ BJPയിലോട്ട് പോയി. മുസ്ലിം വോട്ടാണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ മുസ്ലിം വോട്ട് ചിന്നി ചിതറി. കാരണം യഥാർത്ഥത്തിൽ അതിൽ നല്ലൊരു റോൾ പ്ലേ ചെയ്തിട്ടുണ്ട് നിതീഷ്. കാരണം നിതീഷിന് ഇത്തവണ MLA മാരില്ലാത്തതൊന്നും നോക്കണ്ട. മുൻപ് നിതീഷിന് മുസ്ലിം MLA മാരെന്ന് കാരണം പസ്മണ്ട മുസ്ലിം, അതായത് ABC വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള മുസ്ലിമുകളുടെ വോട്ട് നിതീഷിൻ്റെ കൂടെയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു സോഷ്യൽ, നിങ്ങൾ പറഞ്ഞ മാതിരി പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, സോഷ്യൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, ഫിനാൻഷ്യൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. എന്താ പറയാത്ത ഫിനാൻഷ്യൽ എഞ്ചിനീയറിംഗ് ഉണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിലായിട്ട്. പിന്നെ എല്ലാ എഞ്ചിനീയറിംഗ് നമുക്ക് നടത്താം. ഇന്ദിരാഗാന്ധി എല്ലാ എഞ്ചിനീയറിംഗും നടത്തിയിരുന്നു. എന്താ, ഭരണത്തിലിരിക്കുമ്പോൾ നമുക്ക് പല എഞ്ചിനീയറിംഗ് നടത്താൻ പറ്റും, ഭരണത്തിന് പുറത്ത് നിൽക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു എഞ്ചിനീയറിംഗ് ഒന്നും നടത്താൻ പറ്റില്ല. അപ്പോൾ അതിന് പുറമെ ഒരു കാര്യം കൂടെ പറയാം. നമ്മളിപ്പോൾ ഒരു വോട്ട് ചോർ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ബഹളം ഉണ്ടാക്കി കുറേ പ്രസ്ഥാനം നടത്തി. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നേതാവിനെ കാണാനില്ലെന്നേ. റോഡിൻ്റെ മുകളിൽ ഫൈറ്റ് ചെയ്യണ്ടേ അവിടെ. നമ്മൾ വോട്ട് ചോരി എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം എമർജൻസി എങ്ങനെ ഉണ്ടായിരുന്നു, അത് കോൺഗ്രസിൻ്റെ കറപ്ഷനെതിരായിട്ട് ജയപ്രകാശ് നാരായൺ റോഡിൻ്റെ മുകളിലാണ് ഫൈറ്റ് ചെയ്തത്, പ്രസ് ക്ലബ്ബിലല്ല. ഇതിപ്പോൾ വോട്ട് ചോരി ഉണ്ട് തന്നെ കൂട്ടുക, അതിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യണ്ടേ, റോഡിൻ്റെ മുകളിൽ പോയി ഫൈറ്റ് ചെയ്യണ്ടേ, അജിറ്റേഷൻ വേണ്ട. മീഡിയ റോഡിൽ ഇറങ്ങാതിരുന്നില്ല, പക്ഷെ ഇറങ്ങിപ്പോയി. കൺവെൻഷൻ അല്ല, അത് അജിറ്റേഷൻ അല്ല, അത് ഇറ്റ്സ് നോട്ട് ആൻ അജിറ്റേഷൻ. ഇറ്റ് ഷുഡ് ഹാവ് ബീൻ എ പാൻ ഇന്ത്യ അജിറ്റേഷൻ. അങ്ങനെയല്ലല്ലോ, ഇത് ഇലക്ഷൻ റാലികൾ നടത്തലാണ്, അതും അജിറ്റേഷൻ തന്നെ. കാരണം നിങ്ങൾ പഠിക്കേണ്ടത് ജയപ്രകാശ് നാരായണൻ നടത്തിയിട്ടുള്ള സമ്പൂർണ്ണ ക്രാന്തി എന്ന അജിറ്റേഷന് സാക്ഷിയായ വ്യക്തിയാണ് ഞാൻ ബീഹാറിൽ പഠിക്കുമ്പോൾ. ആ അജിറ്റേഷനാണ് അജിറ്റേഷൻ. അത് ഇന്ദിരാഗാന്ധിയെ കുലുക്കി. അതേമാതിരി ഒരു അജിറ്റേഷനൊന്നും ഉണ്ടായില്ലല്ലോ. നമ്മളിങ്ങനെ ഒരു ജാഥയിൽ പോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ യാത്രക്ക് പോകുന്നു, അത് ഒരു യാത്ര കൊണ്ടൊന്നും നേടുന്നല്ലോ. അപ്പോൾ ഒരു അതേമാതിരി തന്നെ ഇത് പാച്ചപ്പ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, നേതാവ് വലുതാവുകയും പാർട്ടി ശോഷിക്കുകയും ചെയ്യും. ശ്രീ ഫസൽ ഗഫൂർ, നിതീഷ് അവസരവാദിയാണ്, ചന്ദ്രബാബു നായിഡു അധികാരമോഹിയാണ്, ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും കസേര ആടി ഉലയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നിടത്ത് നിതീഷിന് മോദിക്കും BJPക്കും നിതീഷിനെയോ പൂർണ്ണമായും കൈവിടാൻ കഴിയാത്ത ഒരു പടി കൂടി കടന്നു പറഞ്ഞാൽ നിതീഷിനെ ഏതാണ്ട് കൂച്ചുവിലങ്ങിൽ പൂട്ടുന്ന രീതിയിലുള്ള സംഖ്യയിൽ BJP കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. അങ്ങനെ ഏകദേശ പ്രതീക്ഷയിലേക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നെങ്കിലും വീണ്ടും 2019-14 ഓർമ്മിപ്പിച്ചുകൊണ്ട് നരേന്ദ്രമോദിയും NDAയും BJPയും മുന്നോട്ട് പോവുകയാണ്. കോൺഗ്രസ് ഗൗരവതരമായ ഒരു ആത്മപരിശോധന ഈ ബീഹാർ ഫലത്തിൽ നടത്തുമോ, തിരുത്തുമോ? അല്ല, ആദ്യം തന്നെ നിതീഷിന് കൂച്ചോലും കെട്ടിരിക്കണമെന്നേ. എന്താ കാര്യം എന്നറിയോ, ഭാരതീയ ജനതാ പണ്ടെങ്ങനെ വെച്ചാൽ നിതീഷ് ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ആ മന്ത്രിസഭ വീഴും, അതായത് കോൺഗ്രസ് ആയിട്ടോ അല്ലെങ്കിൽ BJP. ഇപ്പം അത് അങ്ങനെയല്ല, BJPയും സഖ്യകക്ഷികളും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ, മനസ്സിലായല്ലേ, അവർക്ക് നിതീഷ് ഇല്ലാതെ ഭരിക്കാൻ പറ്റും. അത്ര നമ്മൾ എണ്ണി നോക്കണം ഇപ്പോൾ എത്ര സീറ്റുകളുണ്ടെന്നുള്ളത്. ഏകദേശം ഭൂരിപക്ഷത്തിൻ്റെ അടുത്ത് അവർ നിൽക്കണം വിത്തൗട്ട് നിതീഷ്. അപ്പോൾ നിതീഷിൻ്റെ ബാർഗെയിനിങ് പവർ ഈസ് ഓവർ. അപ്പോൾ അതിന്റെ അർത്ഥം നിതീഷ് ഇല്ലാതെ അവർ മുന്നോട്ട്
അല്ല, അങ്ങനെ ആവണമെന്നില്ല. കാരണം ഇപ്പം നിതീഷ് നല്ല ശക്തനായിട്ട് നിൽക്കുക, ഒരു ഭാഗത്ത് ശക്തനായിട്ട് നിൽക്കുന്നുണ്ടല്ലോ, കൂറുമാറാൻ പറ്റൂല, പക്ഷേ ശക്തനായിട്ട് നിൽക്കുന്നു. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കോൺസ്റ്റിറ്റ്യുവൻസി വൈസായിട്ട് നോക്കുമ്പോൾ JDUവിന് വലിയ വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നമ്മളാരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ബേസിക്കലി അതിൻ്റെ EBC വോട്ട് കൊണ്ടാണ്. പിന്നെ ഒരു കാര്യം നമ്മൾ പ്രമോദ് പറഞ്ഞതിനോട് കുറച്ചും കൂടെ വിയോജിച്ചുകൊണ്ട് ഞാൻ പറയാണ്, അതായത് ഒരു കാര്യം ഞാൻ തീർത്ത് പറയാം, നിങ്ങൾക്ക് സലാഹുദ്ദീൻ ഒവൈസിനെ അറിയൂല. ഇത്രയും വർഗീയമായിട്ട് ചിന്തിക്കുന്ന പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയില്ല. ഞാൻ ഉസ്മാനിയ മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റിയിൽ ഇരിക്കുമ്പോഴാണ് ആസ് എ ഡോക്ടർ കമ്മ്യൂണൽ റൈറ്റുള്ള നടന്നിരുന്നത്. ആ വ്യക്തിയെ നിങ്ങൾ ഉയർത്തിക്കൊണ്ടെന്ന് ഇപ്പോൾ നമ്മുടെ മഹാരാഷ്ട്രയിൽ അദ്ദേഹം സുശീൽ കുമാർ ഷിൻഡെയും അശോക് ചവാനെയും തോപ്പിച്ചു കൊടുത്തു, വാരിസ് പത്താനോട് MP. അതേമാതിരി ഇപ്പോൾ ഇവിടെ സെക്കുലർ ഫോഴ്സസിനെ വീക്കാക്കിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനത്തെ ഒരു വർഗീയമായിട്ടുള്ള ഒരു കക്ഷിയെ ആര് പ്രോത്സാഹിപ്പിച്ചാലും നമുക്കത് തീരെ ഉൾക്കൊള്ളാൻ പറ്റുകയില്ല. ഏതായാലും ഒരു കാര്യമുണ്ട്, കോൺഗ്രസ് എനിക്ക് തോന്നാനില്ല ഇതിൻ്റെ ഉള്ളിൽ നിന്നും കോൺഗ്രസിന് എന്തെങ്കിലും ഇതിൽ രണ്ടാമതായിട്ടുള്ള, കാരണം അത്തരത്തിലുള്ള പ്രബലനായിട്ടുള്ള ഒരു നേതാവ് നമുക്ക് എമർജൻസി കാലഘട്ടത്തിൽ നമുക്കറിയാം പ്രബലരായ നേതാക്കന്മാരാണ് കോൺഗ്രസ്സിലുണ്ടായിരുന്നു. ഇന്ന് കോൺഗ്രസ്സിൽ അങ്ങനത്തെ പ്രബലനായിട്ടുള്ള നേതാക്കന്മാരില്ല. നമുക്കറിയാം അവരെല്ലാവരും എന്താ 22 എന്ന യൂണിറ്റ് തന്നെ നമുക്കറിയാം. പിന്നെ ശശി തരൂർ ഇതിൽ ഇടപെട്ടിട്ട് കാര്യമൊന്നുമില്ല, ബീഹാറിൽ പോയിട്ടും കാര്യമില്ല. കാരണം അവിടെ പോയി നമ്മൾ ഇംഗ്ലീഷിൽ ഡയലോഗ് അടിച്ചിട്ടൊന്നും കാര്യമില്ല. അവിടെ മഗധിയിലോ ഭോജ്പൂരിയിലോ അല്ലെങ്കിൽ മിഥില ഭാഷയിലൊക്കെ സംസാരിച്ചാൽ, ഹിന്ദി തന്നെ സംസാരിച്ചാൽ അവിടെ ആൾക്കാർക്ക് അത്ര മനസ്സിലാവാത്ത സ്ഥലങ്ങളാണ്, കാരണം ബീഹാറിൻ്റെ ഉൾഭാഗങ്ങളാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞ മറ്റു കാര്യം ശരിയാണ്, ഇതിൻ്റെ ഉൾപാർട്ടി ജനാധിപത്യത്തെ പറ്റി പറഞ്ഞുകൊണ്ട് ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം.